ആലപ്പുഴ ചെങ്ങന്നൂരിൽ വീട്ടിൽ പാർക്ക് ചെയ്ത കാറിന് അജ്ഞാതൻ തീയിട്ടു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. വീടിനകത്തേക്കും തീ പടർന്നു. ആദ്യമായിട്ട് കത്തിക്കുന്ന സമയത്ത് ഇത് കത്തുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഓടിക്കൂടുന്നത്. എന്തായാലും അതിനുശേഷം ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുകയും ശേഷം ഞങ്ങൾ ക്യാമറ പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ നമുക്ക് ആളെ ദൃശ്യത്തിൽ ക്ലിയറായിട്ട് മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഞങ്ങൾ അത് നോക്കിയപ്പോൾ ഒരാൾ കുപ്പിയിൽ പെട്രോൾ ഒഴിക്കുന്ന സംഭവവും തീ കൊടുക്കുന്നതുമായിട്ട് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേർന്നു. പോലീസിന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞു? കാരണം ഇയാളുടെ മുഖം വ്യക്തമാണ്. കുറച്ചുകൂടി ക്ലോസ് ഷോട്ടിലേക്ക് ക്ലോസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഇയാളെ അറിയാൻ കഴിയുന്ന കാര്യമുള്ളൂ. ഈ നാട്ടുകാരൻ തന്നെയാണോ? ആരാണ് ഇത്തരമൊരു ഭീകര കർമ്മം ചെയ്തിട്ട് പോയത്? SKN ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്ത് താമസിക്കുന്ന കോതാലിൽ രാജമ എന്നയാളുടെ വീടിന് മുന്നിലാണ് ഈ കാർ പാർക്ക് ചെയ്തിരുന്നത്. അതിൽ ഈ ആള് നടന്നു വരുന്നതും കയ്യിൽ കരുതിയ ഒരു കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ ഇതിന്റെ പുറത്തൊഴിക്കുകയും ഒപ്പം മറ്റൊരു കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ കൊണ്ട് തീ കൊളുത്തുകയും ചെയ്യുന്നതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഈ CCTV ദൃശ്യത്തിൽ ആളെ തിരിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായിട്ടില്ല. ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷെ പോലീസ് ഈ ദൃശ്യങ്ങൾ വെച്ച് ആൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കാറ് കത്തുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാരടക്കം ഉണരുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ തീ പടരുമ്പോൾ 4 വയസ്സുള്ള ഒരു പെൺകുട്ടി അടക്കം 5 പേരെ ഈ വീട്ടിലുണ്ടായിരുന്നു. വയസ്സായ ആളുകൾ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നു. കാറിൽ നിന്ന് പടർന്ന തീ ജനലിൽ നിന്ന് ഈ വീടിനകത്ത് കിടന്ന സോഫ സെറ്റിയിലേക്കും എല്ലാം പടർന്നിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. ദ്രുതഗതിയിൽ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തി തീ അണയ്ക്കാനായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. അല്ലെങ്കിൽ ഈ തീ അകത്തേക്ക് പടർന്ന വീടിന് പൂർണ്ണമായും തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായാലും ആ ഒരു അപകട സാഹചര്യം ഒഴിവാക്കാൻ ഫയർഫോഴ്സിന്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചു. ഈ കാറ് ഈ രാജമ്മയുടെ മകളുടെ ഉടമസ്ഥതയിലാണ് ഉള്ളത്. കവിതയുടെ പേരിലാണ്. കവിത വിദേശത്താണുള്ളത്. എന്താണ് ഇങ്ങനെ ഒരു കാര്യം നടത്താനുള്ള കാരണം? അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടോ? അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. പോലീസ് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്.